വെളിപാട് പുസ്തകം 18-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു. എന്റെ ജനമേ, അവളിൽ നിന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും. അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. അവൾ കൊടുത്തതുപോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുവിൻ. അവൾ കലർത്തിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവിൻ. ഓർമ്മിക്കുക, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ പലരും സാത്താന്റെ പ്രേരണയാൽ യൂദാസിന്റെ അന്ത്യം തിരഞ്ഞെടുക്കാൻ പോലും ഇടയാകും. അഹങ്കാരത്താൽ നയിക്കപ്പെട്ട് തന്നിഷ്ടം പോലെ വ്യാപരിച്ച് അനുസരണക്കേടിന്റെ ദുരാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ട് അധികാരങ്ങളെ വെല്ലുവിളിച്ച് അനേകർ രംഗത്തുവരും. മൂടിവെച്ച പാപങ്ങൾ പുറം ലോകം അറിയുകയാൽ അപമാനഭാരം താങ്ങാനാവാതെയും അനുദപിക്കാൻ കഴിയാതെയും പലരും സ്വയം നാശം തെരഞ്ഞെടുക്കാൻ സാത്താൻ പ്രേരിപ്പിക്കും. ആരോടും ബാധ്യതയില്ല എന്ന ചിന്ത ഇപ്രകാരം നശിക്കാൻ പലർക്കും പ്രേരണയാകും. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയും അരുവി സമർപ്പിതാത്മാക്കളെയും സന്യാസാശ്രമങ്ങളെയും സഭയെയും പിടികൂടും. അങ്ങനെ കായന്റെ പാപം പോലും സമർപ്പിതാത്മാക്കൾക്കിടയിൽ അരങ്ങേറും. മറ്റുള്ളവരുടെ സൽപ്പേര് നശിപ്പിക്കുക മുതൽ ആസൂത്രിതമായ പാതകങ്ങൾ വരെ ഉടലെടുക്കും. പരസ്പരമുള്ള കക്ഷി മാത്സര്യവും തർക്കങ്ങളും കൊണ്ട് അജപാലകർ വലിയ ഉതപ്പിന് കാരണക്കാരാകും. ബുദ്ധിയിൽ നിറയുന്ന ഇരുട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ വിശ്വാസത്തിന്റെ മേഖലയിൽ അന്തരാക്കും. യേശുക്രിസ്തു ദൈവപുത്രനും ഏകരക്ഷകനുമാണെന്ന് പഠിപ്പിക്കുന്നതുപോലും തങ്ങളുടെ മാന്യതയ്ക്കും സമൂഹത്തിലുള്ള അംഗീകാരത്തിനും ചേർന്നതല്ല എന്ന് ചിന്തിക്കുന്നവർ സഭാ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാകും. യേശുവിന്റെ കന്യാത്വ ജനനം, മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ്, വിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ സാന്നിധ്യം, പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവം, മിശിഹായുടെ 2ാം വരവ്, നിത്യജീവൻ എന്നിവയെല്ലാം കെട്ടുകഥകളാണെന്ന് പഠിപ്പിക്കാൻ മടിയില്ലാത്ത പ്രബോധകർ രംഗത്തുവരും. പലരും അക്രൈസ്തവ മതങ്ങളിലേക്ക് മനസ്സുകൊണ്ടടുക്കുകയും ചിലർ പരസ്യമായി അംഗത്വം സ്വീകരിക്കുകയും ചെയ്യും. സഭയെ തകർക്കുന്ന നിരീശ്വര പ്രസ്ഥാനങ്ങളോട് പലരും പങ്കുചേരും. ഇതെല്ലാം സംഭവിപ്പാൻ സാത്താൻ തന്ത്രപൂർവം പദ്ധതികൾ ഒരുക്കുന്നു. നിത്യതയുടെ ആഴപ്പെട്ട വിശ്വാസവും അത് നേടിയെടുക്കുവാനുള്ള വഴികളും ഏകരക്ഷകനായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസം വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന സത്യം തിരിച്ചറിയുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. തള്ളി പറഞ്ഞതല്ലേ ഞാനകലെ പോയതല്ലേ, തള്ളി പറഞ്ഞതല്ലേ ഞാനകലെ പോയതല്ലേ, എന്നിട്ടും എന്നെ തേടി വന്നു, എന്നിട്ടും എന്നെ യോഗ്യയാക്കി, എന്നിട്ടും എന്നെ തേടി വന്നു, എന്നിട്ടും എന്നെ യോഗ്യയാക്കി. യേശുവേ അങ്ങത്ര കരുണാമയൻ, യേശുവേ അങ്ങത്ര അലിവുള്ളവൻ, യേശുവേ
കൂരിരുളിൽ ഞാൻ പകച്ച നേരം ഇരയാൽ തീരുമെന്ന് കൂരിരുളിൽ ഞാൻ പകച്ച നേരം ഇരകൾക്കുമീതെ നടന്നു വന്ന കോരിയെടുത്തു ആഴ്ന്നിടാതെ ഇരകൾക്കുമീതെ നടന്നു വന്നു കോരിയെടുത്തു ആഴ്ന്നിടാതെ യേശുവേ അങ്ങത്ര കരുണാമയൻ എന്നെ നടത്തി വിശ്വാസത്താ യേശുവേ